ഓം മൂർത്തിത്വേ പരികൽപ്പിത ശശഭൃധോ പത്മാപുനർജന്മനാമാത്മ്യത്യ ആത്മവിതാംകൃതുശ്ചജതാം ഭർത്താമരജ്യോതിഷാം ലോകാനം പ്രളയോദയത്തിതി വിഭുത്യാനേകഥായ ശ്രുതൗ വാചം ന സദധാതു നൈകകിരണത്രൈലോക്യ ദീപോ രവിഃ. ഓം ഭാസ്കരായ നമഃ. ഗുരുഭ്യസ്ത ഗ്രഹേഭ്യസ്ത മയാ ബദ്ധോയമഞ്ജലി പ്രസന്നമനസസ്തേ മേ സത്യാം കുർവന്തു ഭാരതീം. ഓം സത്യാം കുർവന്തു ഭാരതീം. ഓം സത്യാം കുർവന്തു ഭാരതീം. നമസ്തേ പ്രിയമുള്ള ഡോക്ടർ മാരാർജി പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വളരെ ഗഹനമായ ഒരു വിഷയമാണ്. 1199 കർക്കടകം 1-ാം തീയതി, അതായത് 2024 ജൂലൈ മാസം 16-ാം തീയതി വിശാഖം നക്ഷത്രത്തിൽ ശുക്ലപക്ഷ ദശമി തിഥിയിൽ കർക്കടക രവി സംക്രമം നടക്കുകയാണ്. മിഥുനത്തിൽ നിന്നും കർക്കടകം രാശിയിലേക്ക് സൂര്യൻ ചാരവശാൽ സഞ്ചരിക്കുകയാണ്. 12 രാശികളിലും സൂര്യൻ ഒരു രാശിയിൽ ഒരു മാസക്കാലം സഞ്ചരിക്കുന്നു. സൂര്യൻ പ്രായേണ തൻ്റെ സുഹൃക്ഷേത്രമായ കർക്കിടകം രാശിയിലേക്കാണ്, ചന്ദ്രൻ്റെ രാശിയിലേക്കാണ് പ്രവേശിക്കുന്നത്. എങ്കിലും പലപ്പോഴും സൂര്യൻ്റെ ആശ്രയഫലം കർക്കിടകം രാശിയിൽ ഹോരാചാര്യർ അത്ര തൃപ്തികരമായ വിധത്തിലല്ല പ്രതിപാദിച്ചിട്ടുള്ളത്. തീഷ്ണോസ്വ പരകാര്യകൃത് ശ്രമവധ ക്ലേശൈശ്ച സംയുജ്യതേ. തീഷ്ണ സ്വഭാവം പ്രകടിപ്പിക്കുക. അസ്വഹ ന അസ്തി സ്വം യസ്യ സഹ. ധനമില്ലാത്ത അവസ്ഥ ഉണ്ടാവുക. പരകാര്യകൃത്, പരൻ്റെ കാര്യങ്ങൾ അന്യർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള നിയോഗമുണ്ടാവുക. ശ്രമ ക്ലേശൈഹി, പരിശ്രമങ്ങൾ, ക്ലേശങ്ങൾ, ഇതൊക്കെ തന്നെ കർക്കിടകത്തിലെ സൂര്യൻ വളരെ അനുകൂലമായ ഫലമല്ല പ്രതിപാദിച്ചിരിക്കുന്നത്. നമുക്കിവിടെ 12 രാശിക്കാർക്കും ഈ സൂര്യൻ്റെ ചാരവശാലുള്ള മാറ്റം എപ്രകാരം ശുഭാശുഭങ്ങളെ പ്രദാനം ചെയ്യുന്നുവെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് സൂര്യൻ്റെ കാരകധർമ്മം എന്ന് നാം അറിയണം. ആദ്യമായി താതശ്ചാത്മപ്രഭാവ ദ്യുമണിഹി. പകലിൻ്റെ മണിയായ സൂര്യനെ കൊണ്ട് തൻ്റെ പിതാവിനെയും തൻ്റെ പൗരുഷവും വ്യക്തിത്വവുമാണ് ചിന്തിക്കേണ്ടത്. ഇന്ന് അങ്ങേയറ്റം വളർന്ന ശാസ്ത്രവിധി പ്രകാരം നമുക്ക് സൂര്യൻ്റെ കാരകധർമ്മങ്ങൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം. സൂര്യനെ കൊണ്ട് ഞാൻ സൂചിപ്പിച്ചു, പിതാവ് ശിവൻ, ശൈവമായ കാര്യങ്ങൾ, ഹോമകാര്യപ്രവൃത്തികൾ, ജ്യോതിഷം, ഞാൻ എന്ന ഭാവം, ആത്മാവ്, തൻ്റെ വ്യക്തിത്വം, പൗരുഷം, ബലം, ആത്മപ്രഭാവം, സദസ്സിൽ ശോഭിക്കൽ, സ്ഥിരോത്സാഹം, ധൈര്യം, ക്രൂരത, പിത്തപ്രകൃതി, ഉഷ്ണം, അഗ്നി, ആഗ്നികമായ കർമ്മങ്ങൾ, രാജാവ്, രാജപ്രീതി, ഭരിക്കുക, അധികാരഭ്രമം, സ്ഥാനമാനങ്ങളോടുള്ള ആസക്തി, സർക്കാർ ജോലി, വിഭവശേഷി, പർവ്വതം, കുന്ന്, കാട്, ഗുഹ, നഖം, ദന്തം, എല്ല്, ഹൃദയം, വൈദ്യവൃത്തി, സ്വർണം, കമ്പിളി, കൂവളം, ഉള്ളിൽ കാഠിന്യമുള്ള വൃക്ഷങ്ങൾ, വേദാംഗങ്ങളിൽ ജ്യോതിഷം, നവരത്നങ്ങളിൽ മാണിക്യം, ഋതുക്കളിൽ ഗ്രീഷ്മം, നവധാന്യങ്ങളിൽ ഗോതമ്പ്, ഇങ്ങനെയുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് കാരകധർമ്മങ്ങളോടുകൂടിയ ഗ്രഹമാകുന്നു സൂര്യൻ. പ്രിയപ്പെട്ട ഭക്തർ, കർക്കിടക മാസം 1-ാം തീയതി ശിവക്ഷേത്ര ദർശനം നടത്തണം. അവിടെ കാലത്ത് തന്നെ ക്ഷേത്ര ദർശനം നടത്തി പ്രദക്ഷിണം ചെയ്ത് ദേവതകൾക്ക് അനുയോജ്യമായ പൂജാകർമ്മങ്ങളും ഉപഹാരങ്ങളും നൽകി ഈ ദിനം, മലയാള മാസം 1-ാം തീയതി ധന്യമാക്കുക. പലപ്പോഴും മലബാർ മേഖലകളിൽ, ക്ഷേത്രങ്ങളിൽ മലയാള മാസം 1-ാം തീയതി വലിയ തിരക്കുകൾ കാണാറില്ല. പക്ഷേ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഈ ജില്ലകളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അവിടെ ഭക്തർ 1-ാം തീയതി കണിശമായും ക്ഷേത്ര ദർശനം നടത്തിയിരിക്കും. അവിടെ അന്നദാനങ്ങൾ ഉണ്ടാകും.
ജനങ്ങൾ അത്രയും സജീവമായി അതിനോട് സഹകരിക്കുന്നു. അതുകൊണ്ട് നമ്മളുടെ എല്ലാ ശ്രേയസ്കരമായ അഭിവൃദ്ധിക്കും വേണ്ടി ക്ഷേത്രദർശനം മലയാള മാസം 1-ാം തീയതി നടത്തുന്നത് വളരെയധികം ദേവതകളുടെ അനുഗ്രഹാശിസ്സുകൾ നേടാൻ നമ്മെ സഹായിക്കുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, കർക്കിടകം പിതൃക്കളുടെ മാസമാകുന്നു. അതിനാൽ കർക്കിടക വാവിന് പിതൃകർമ്മം ചെയ്യുന്നത് അതിനപ്പുറത്ത് മറ്റൊരു പുണ്യമില്ല. ഈ 12 മാസങ്ങളിലും കർക്കിടക വാവിന് ബലികർമ്മങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും ശ്രേയസ്, പിതൃക്കളുടെ അനുഗ്രഹം ലഭിക്കുവാൻ. പ്രീത പ്രേത സ്വമീപിർ വിധദതി സകലാഹ സമ്പദ സന്തതിഹി. അപ്പോൾ സന്തുഷ്ടരായ പ്രേതങ്ങൾ എല്ലാ സമ്പത്തും പിതൃകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന വ്യക്തിക്കും അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പരയ്ക്കും കൊടുക്കുമെന്നാണ് ഹിന്ദുശാസ്ത്രം അനുശാസിക്കുന്നത്. അതിനാൽ പിതൃകർമ്മം ചെയ്യുക. കർക്കിടക മാസത്തെ പിതൃകർമ്മം പോലെ തന്നെ പ്രധാനമാണ് തുലാമാസത്തെയും കുംഭമാസത്തെയും പിതൃകർമ്മങ്ങളും. മറക്കാതെ ഓരോ ഹൈന്ദവനും ആചരിക്കുക. സൂര്യൻ്റെ കർക്കിടകം രാശിയിലുള്ള പ്രവേശനം നാം മേടൻ രാശി മുതൽ മീനം വരെയുള്ള 12 രാശിക്കാർക്കും എപ്രകാരം അവർക്ക് സ്വാധീനം ചെലുത്തുന്നു, ശുഭഫലങ്ങളെ അല്ലെങ്കിൽ അശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്നതാണ് ഡോക്ടർ മാരാർജിയുടെ കർത്തവ്യം. ആദ്യമായി നാം ചർച്ച ചെയ്യുന്നത് മേടം, ഇടവം, മിഥുനം ഈ രാശിക്കാർക്ക് സൂര്യൻ്റെ ചാരവശാലുള്ള കർക്കിടകം രാശിയിലുള്ള ശുഭാശുഭ ഫലങ്ങളെ പറ്റിയാണ്. ആദ്യമായി മേടം രാശി. അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന മേടം രാശിക്കാർക്ക് സൂര്യൻ 4-ാം ഭാവത്തിൽ നിൽക്കുന്നു. 4-ാം ഭാവം ശുഭഗ്രഹങ്ങൾക്ക് അത്ര ഇഷ്ടമുള്ള ഭാവമല്ല. എന്താണ് 4-ാം ഭാവം? മാതാ സുഹൃത് മാതുല ഭാഗിനേയ ക്ഷേത്രം സുഖം വാഹനം ആസനഞ്ച ലാളിത്യം അംഭശയനഞ്ച വൃദ്ധിർ പശ്വാദികം വേശ്മ ഗൃഹാത് ചതുർത്ഥാത്. അമ്മ, അമ്മാമന്മാർ, സുഹൃത്തുക്കൾ, മരുമക്കൾ, വീട്, സുഖം, വാഹനം, ആസനം, ഇരിപ്പിടം, ജലം, ജലാശയം, ജലത്തിൻ്റെ സ്ഥിതി, നാൽക്കാലികൾ, വാഹനങ്ങൾ, ഇതൊക്കെയാണ് 4-ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത്. ഇവിടെ 4-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ വിസുഖ പീഡിതമാനസ ചതുർത്ഥേ വിഗതം സുഖം യസ്യസഹ വിസുഖ. തനിക്ക് സുഖം കൈവിട്ടു പോകുന്നു, ദുഃഖം പ്രദാനം ചെയ്യുന്നു. പീഡിതമാനസ, പീഡിതം മാനസം ഏന സഹ, മനസ്സിന് പീഡ ഉണ്ടാകുന്നു. ശാരീരികമായ രോഗങ്ങൾക്കും പീഡകൾക്കും നാം വ്യാധി എന്നും മനസ്സിനുണ്ടാകുന്ന പീഡകൾക്ക് ആധി എന്നുമാണ് പറയുക. ശാരീരികമായ പീഡകൾക്ക് പലപ്പോഴും ഔഷധം, മരുന്നുകൊണ്ട് നമുക്ക് സുഖം പ്രാപിക്കാം. എങ്കിലും മാനസികമായ ആധികൾ വരുമ്പോൾ അത് വളരെയധികം മനസ്സിനെ അസ്വസ്ഥനാക്കുന്നു, അത് ശരീരത്തെയും ബാധിക്കുന്നു. കർക്കിടക മാസം 31 ദിനങ്ങൾ മേടം രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ മേൽ സൂചിപ്പിച്ച അമ്മ മുതൽ വാഹനം മുതൽ ജലാശയം വരെയുള്ള എല്ലാ ഭാവങ്ങളും ഈ 4-ൽ നിൽക്കുന്ന സൂര്യൻ ശുഭത്വത്തെ പ്രദാനം ചെയ്യുന്നില്ല. 4-ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ്റെ ഫലം ചമത്കാര ചിന്താമണിയിൽ ഇപ്രകാരമാണ് ആചാര്യർ പറഞ്ഞിട്ടുള്ളത്. തുരിയേ ദിനേശൈ അതിശോഭാധികാര ജനസമ്പ്രജത് വിഗ്രഹം ബന്ധുദോപി പ്രവാസി വിപക്ഷാഹവേ മാനഭംഗം കഥാചിത് ശാന്തം ഭവേത്തസ്യ ചേതഃ. തുരിയേ 4-ാം ഭാവത്തിൽ ദിനേശേ സൂര്യൻ നിൽക്കുമ്പോൾ തൻ്റെ അതിശോഭ കാരണം ഞാൻ സൂചിപ്പിച്ചു, അജസ്രം ഉദ്യമരതിയാണ്. എപ്പോഴും ഉത്സാഹത്തിൻ്റെ അങ്ങേറ്റം പ്രവർത്തിക്കുന്നു, പ്രകടിപ്പിക്കുന്നു സൂര്യൻ. തൻ്റെ ഈ ചുറുചുറുക്ക് കാരണം ജനസമ്പ്രജേത് വിഗ്രഹം ബന്ധുദോപി, തന്നോട് ജനങ്ങളും ബന്ധുക്കളും അസൂയപ്പെടുന്നു, കലഹിക്കുന്നു, തൻ്റെ വ്യക്തിത്വത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു. പ്രവാസി, ദേശം വിട്ടുപോകുവാനുള്ള ഒരു അദമ്യമായ ആഗ്രഹം, അഭിവാഞ്ച കൈവരുന്നതാണ്. വിപക്ഷാഹവേ മാനഭംഗം, തൻ്റെ എതിരാളികളുമായുള്ള യുദ്ധത്തിൽ തൻ്റെ മാനത്തിന് ഭംഗമുണ്ടാകുന്നു, തനിക്ക് ദീനത കൈവരുന്നു. കഥാചിത് ശാന്തം ഭവേത്തസ്യ ചേതഃ. ഞാൻ മുൻപ് സൂചിപ്പിച്ചു, ഇദ്ദേഹത്തിൻ്റെ മനസ്സിന് യാതൊരു സമാധാനവും
ഉണ്ടാകുന്നതല്ല. അതിനാൽ ഓവർ കോൺഫിഡൻസ് ഈ ഒരു മാസം വേണ്ട. ജാഗ്രതയോടുകൂടി വാഹനം കൈകാര്യം ചെയ്യുക. കുടുംബത്തിൽ സമാധാനം കുറയും. പല ഘട്ടത്തിലും സന്ധി സംഭാഷണങ്ങളിലും തൻ്റെ സമാജത്തിലും നേതൃത്വ നിരയിലേക്ക് എത്തിപ്പെടാൻ ആഗ്രഹിക്കാതിരിക്കുക. ഈ ഒരു മാസക്കാലം ഓം നമഃ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക, ശിവഗായത്രി ജപിക്കുക. ഏറ്റവും നല്ല ഔഷധമാകുന്നു ആദിത്യ ഹൃദയ മന്ത്രം. പ്രിയമുള്ളവരെ, നിങ്ങൾ ശ്രദ്ധിക്കണം, കർക്കിടക മാസം രാമായണ മാസമാണ്. ഈ രാമായണ മാസക്കാലം നിർബന്ധമായും ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കണം. രാമായണത്തിൽ യുദ്ധകാണ്ഡത്തിൽ അഗസ്ത്യ മഹർഷി ശ്രീരാമനെ ഉപദേശിക്കുന്ന മന്ത്രമാകുന്നു 32 ശ്ലോകത്തോടുകൂടിയ ആദിത്യ ഹൃദയ മന്ത്രം. തതോ യുദ്ധപരിശ്രാന്തം സമരേ ചിന്തയാ സ്ഥിതം രാവണം ജാഗ്രതോ ദൃഷ്ട്വാ യുദ്ധായ സമുപസ്ഥിതം ദൈവതേശ്ച സമാഗമ്യ ദ്രഷ്ടും അഭ്യാഗതോരണം ഉപഗമ്യാബ്രവീദ് രാമം അഗസ്ത്യോ ഭഗവാൻ ഋഷി രാമ രാമ മഹാബാഹോ ശൃണുഗുഹ്യം സനാതനം യേന സർവാൻ അരീൻ വത്സ സമരേ വിജയിഷ്യസി. ഈ യുദ്ധത്തിൽ നീ ശത്രുക്കളെ മുഴുവനും ജയിക്കുമെന്നാണ് സന്ദേശം കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ജീവിതം മുഴുവനും ഒരു യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ ജയിക്കണമെങ്കിൽ ഇതിന് ഏറ്റവും നല്ല മന്ത്രമാകുന്നു ആദിത്യ ഹൃദയ മന്ത്രം. ഈ സമയത്ത് ഇതല്ലാതെ മറ്റൊരു ഔഷധമില്ല. ശരീരം തണുക്കാൻ വേണ്ടി ശിവക്ഷേത്രത്തിൽ ജലധാര ചെയ്യുക, കൂവളമാല, പ്രദോഷവ്രതം, ഇതൊക്കെ തന്നെ ചെയ്താൽ ഉത്തമ ഫലം ലഭിക്കുന്നതാണ്. അടുത്തതായി ഇടവം രാശി. ഇടവം രാശി എന്ന് വെച്ചാൽ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, രോഹിണി മകേരി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2.25 നക്ഷത്ര കൂട്ടം. ഇടവം രാശിക്കാർക്ക് സൂര്യൻ പ്രായേണ 3-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു. 3-ാം ഭാവം പാപഗ്രഹങ്ങൾക്ക് ഏറ്റവും ശക്തമായ ഭാവമാകുന്നു. 3-ൽ സൂര്യൻ വന്നാലും ശനി വന്നാലും ചൊവ്വ വന്നാലും മതിവിക്രമവാൻ, ബുദ്ധിയും വിക്രമവും പ്രകടിപ്പിക്കുമെന്നാണ് അർത്ഥം പറഞ്ഞിരിക്കുന്നത്. അവിടെ സൂര്യന് 4-ാം ഭാവാധിപത്യം. ഇടവൻ രാശിക്കാർക്ക് സൂര്യൻ 4-ാം ഭാവാധിപനാകുന്നു. 3-ാം ഭാവത്തിലെ ഈ സൂര്യൻ നല്ല ഫലത്തെ പ്രദാനം ചെയ്യുന്നു ഈ കർക്കിടക മാസം. തൃതീയെ യഥാ അഹർമണി ജന്മകാലേ പ്രതാപാധികം വിക്രമം ച ആദനോതി. ചമത്കാരി ചിന്താമണി ഇപ്രകാരം പറയുന്നു: തൃതീയെ യഥാ അഹർമണിഹി, 3-ൽ അഹസിന്റെ മണിയായ പകലിന്റെ ദിനമണിയായ സൂര്യൻ പ്രവേശിക്കുമ്പോൾ പ്രതാപാധികം, അയാൾ അങ്ങേയറ്റം തന്നെ പ്രതാപം പ്രകടിപ്പിക്കുന്നു, വിക്രമം പരാക്രമത്തെയും പ്രാപിക്കുന്നു. തഥാ സോദരേഹി തപ്യതേ, തനിക്ക് സഹോദരങ്ങൾ മൂലം ദുഃഖങ്ങൾ അനുഭവിക്കുന്നു. അതിനാൽ സഹോദരി ബന്ധം ശ്രദ്ധിക്കണം. 3-ലെ സൂര്യൻ ജ്യേഷ്ഠ സഹോദരങ്ങൾക്ക് നല്ലതല്ല. അഗ്രേജാതം രവിർഹന്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 3-ലെ സൂര്യൻ മൂത്ത സഹോദരങ്ങളെ നശിപ്പിക്കുന്നു എന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട്. അതിനാൽ സഹോദരങ്ങളുടെ ആരോഗ്യ വിഷയത്തെപ്പറ്റി ശ്രദ്ധിക്കേണ്ടുന്ന മാസമാകുന്നു കർക്കിടക മാസം. തീർത്ഥചാരി, തനിക്ക് തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ വലിയ അവസരങ്ങൾ ലഭിക്കുന്നു. കർക്കിടക മാസം ദേവതകളെ ആരാധിക്കേണ്ടുന്ന മാസമാണ്. അതിനാൽ ദൈവികമായ സ്ഥലങ്ങൾ സന്ദർശിക്കുക, പ്രാർത്ഥനകളിൽ മുഴുകുക. 12 മാസങ്ങളിലും ദാരിദ്ര്യത്തിൻ്റെ മാസമാകുന്നു കർക്കിടക മാസം. പഴയ കാലത്ത് വറുതികളുടെയും ക്ലേശങ്ങളുടെയും കർക്കിടക മാസം കഴിഞ്ഞാണ് നാം പൊന്നിൻ ചിങ്ങത്തെ എതിരേൽക്കുന്നത്. അതിനാൽ തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കുക ധാരാളമായിട്ട്. സദാ അരിക്ഷയം സങ്കരേ ശം നരേശാത്. അരിക്ഷയം, അരീണാം ക്ഷയം കരോതി, അദ്ദേഹം ശത്രുക്കൾക്ക് നാശമുണ്ടാക്കുന്നു. അതാണ് 3-ാം ഭാവം, പരാക്രമഭാവമാകുന്നു, തൻ്റെ ശത്രുവിനെ നശിപ്പിക്കുന്നു. ശം നരേശാത്, രാജാവിൽ നിന്നും തനിക്ക് ആനുകൂല്യങ്ങൾ, ധനം, അംഗീകാരങ്ങൾ, അപ്രീസിയേഷൻ ലഭിക്കുന്നു എന്ന നല്ല ഫലവും ഇടവം രാശിക്ക് 3-ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ പ്രദാനം ചെയ്യുന്നു. പിതാവിൻ്റെ കാരകനാകുന്നു സൂര്യൻ. 9-ാം ഭാവമാണ് പിതാവ്. ഇടവൻ രാശിക്കാർക്ക് 9-ാം ഭാവത്തിലേക്ക് സൂര്യൻ്റെ ദൃഷ്ടിയുണ്ട്. അത് സഹോദരങ്ങളെ പോലെ പിതാവിനും അത്ര നല്ലതല്ല. തൻ്റെ മൂത്ത സഹോദരങ്ങളുടെ പേരിൽ, പിതാവിൻ്റെ പേരിൽ ഈ കർക്കിടക മാസം അവരുടെ നക്ഷത്രത്തിന് മൃത്യുഞ്ജയ ഹോമമോ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ ചെയ്ത് നമ്മുടെ ജാതകത്തിൽ അവർക്കുണ്ടാകുന്ന ദോഷങ്ങൾക്ക് പരിഹാരം കാണാവുന്നതാണ്. അടുത്തതായി മിഥുനം രാശി.
മിഥുനം രാശി എന്നാൽ മകീരം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, തിരുവാതിര, പുണർദം നക്ഷത്രത്തിന്റെ ആദ്യത്തെ 45 നാഴിക. മിഥുനം രാശിക്കാർക്ക് 2-ലെ സൂര്യൻ ചില സൗഭാഗ്യങ്ങളെ പ്രദാനം ചെയ്യുന്നതാണ്. മിഥുനൻ രാശി ഊർധ്വമുഖ രാശിയാകയാൽ ഊർധാസ്യ തനികെ പ്രസൂതിഹി, ചില പുതിയ പദ്ധതികളോ ആരംഭങ്ങളോ ഒക്കെ ഈ സമയത്ത് കർക്കിടക രാശിയിൽ ശ്രദ്ധാപൂർവം ചിന്തിക്കാം. അത് ധാരാളം ഇൻവെസ്റ്റ് ചെയ്തിട്ടല്ല. ചിങ്ങമാസത്തിൽ സൂര്യൻ വരുമ്പോൾ അതിന് മുന്നേ തന്നെ കർക്കിടക മാസത്തിൽ പ്ലാനിങ്ങുകൾ ശ്രദ്ധാപൂർവം ചെയ്യാവുന്നതാണ്. ഇന്ന് മിഥുനൻ രാശിക്കാർക്ക് സൂര്യൻ 2-ാം ഭാവത്തിലാണ്. 2-ാം ഭാവം എന്നാൽ ഭർത്തവ്യം അഖിലം വിത്തം വാണി ചക്ഷുശ്ച ദക്ഷിണം വിദ്യാജ വിവിധാഭേദ സർവം ചിന്യം ദ്വിതീയത. താൻ ഭരിക്കപ്പെടേണ്ടുന്ന തൻ്റെ ഫാമിലിയാണ്, തൻ്റെ ധനമാണ്, തൻ്റെ വാക്കാണ്, തൻ്റെ വലത്തെ കണ്ണാകുന്നു, വിവിധ തരത്തിലുള്ള വിദ്യകളാണ് 2-ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത്. ഇവിടെ 2-ാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ വരുമ്പോൾ സ്വപൂർവ്വ നിജിതദ്രവ്യക്ഷയ, താൻ പൂർവികമായി ഉണ്ടാക്കിയ ദ്രവ്യം ധനത്തിന് നാശം സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 2-ലെ സൂര്യൻ നല്ല ഭാഗ്യത്തെ പ്രദാനം ചെയ്യുന്നു. പക്ഷേ പൂർവികമായ സ്വത്ത് നഷ്ടപ്പെടുത്തിയോ അല്ലെങ്കിൽ താൻ ആർജിച്ച മുതൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടോ ഭാഗ്യപരീക്ഷണം വേണ്ട ഈ കർക്കിടക മാസക്കാലം. ഭർത്തവ്യ ആമയ, മഴക്കാലമാണ്. കുടുംബത്തിൽ ധാരാളം രോഗങ്ങളുണ്ടാകും, ധാരാളം കാശ് അങ്ങനെ പോകും. ദക്ഷിണാംബക രുചഹ, തനിക്ക് വലത്തെ കണ്ണിന് രോഗമുണ്ടാകും. ദുഷ്ടോക്തി, അനാവശ്യമായ വാക്കുകൾ പറഞ്ഞ് മറ്റുള്ളവരിൽ നിന്നും ശത്രുത സമ്പാദിക്കും. പാത്രക്ഷതി, വിഭവങ്ങൾ നശിച്ചു പോകുന്നു. അതിനാൽ ഈ വിഷയങ്ങളെല്ലാം ശ്രദ്ധിക്കുക. 2-ൽ ആദിത്യൻ നിൽക്കുമ്പോൾ ചമത്കാര ചിന്താമണിയിൽ പറയുന്നു, ധനേയസ്യ ഭാനു ഭാഗ്യാധികസ്യ ചതുഷ്പാസുഖം, വാഹനസുഖം ലഭിക്കുന്നു. അതിനാൽ നിങ്ങൾക്ക് വാഹനങ്ങൾക്ക് ബുക്ക് ചെയ്യാം. തനിക്ക് കൂടുതൽ സൗഭാഗ്യങ്ങൾ ഉണ്ടാകുന്ന മാസമാണ്. അതിനു വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്തു വെക്കാം. ബേസിക് ഫൗണ്ടേഷൻസ് എല്ലാം തയ്യാറാക്കി വെക്കാം. സദ്വയെ സംജയാതി, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ധനം ചെലവഴിക്കുമെന്നാണ്. അതിനാൽ ദൈവികമായ കർമ്മങ്ങൾ എല്ലാം മുഴുകിയിരിക്കുക. ക്ഷേത്രങ്ങളിൽ പോവുക, ക്ഷേത്ര ദർശനം നടത്തുക, നല്ല ഹോമങ്ങളൊക്കെ നടത്തേണ്ടുന്ന മാസമാകുന്നു കർക്കിടക മാസം. കാർത്തിക, ഉത്രം, ഉത്രാടം നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഞായറാഴ്ച ദിനങ്ങളിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലികൾ ക്ഷേത്രത്തിൽ വെച്ച് ചെയ്യാം. വീട്ടിൽ വെച്ച് മൃത്യുഞ്ജയ ഹോമം, ഗണപതി ഹോമങ്ങളൊക്കെ നടത്തി ദേവതകളെ പ്രസാദിക്കാം. ഇങ്ങനെയാണ് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ധനം ചെലവഴിക്കാൻ പറ്റുക. കുടുംബേ കലിർ ജായ ജായദേബി, സ്ത്രീ കാരണം കുടുംബത്തിൽ കലിയുണ്ടാകുന്നു. അപ്പം സ്ത്രീകൾ കാരണം കുടുംബത്തിൽ വഴക്കുകൾ ഉണ്ടാകുന്നു എന്നൊരു ഫലം ഈ 2-ൽ നിൽക്കുന്ന സൂര്യന് പറഞ്ഞിട്ടുണ്ട്. ക്രിയാനിഷ്ഫലായാതി ലാഭസ്യ ഹേതോഹോ, ലാഭത്തിന് വേണ്ടി ചെയ്യുന്ന ഇൻവെസ്റ്റ് ചെയ്യുന്ന ധനം അത് നിഷ്ഫലമായി ഭവിക്കുന്നു. അതിനാലാണ് തുടക്കത്തിൽ തന്നെ നാം സൂചിപ്പിച്ചിരിക്കുന്നത് സാമ്പത്തിക രംഗങ്ങളിൽ വളരെ കെയർഫുൾ ആയിരിക്കുക. തൻ്റെ സ്വത്തോ വിലപ്പെട്ട ഭൂമിയോ പൂർവികമായി നമ്മുടെ പിതൃക്കൾ ഉണ്ടാക്കിയ ധനങ്ങളോ ഒരു തരത്തിലും ചെലവാക്കേണ്ടുന്ന മാസമല്ല ഈ കർക്കിടക മാസം. താൻ ആർജിച്ച ധനവും പെട്ടെന്ന് എടുത്തു ചാടി നശിക്കുന്ന സമയമാകയാൽ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കെയർഫുൾ ആകണം എന്ന് സാരം. ഇവിടെ മേടം, ഇടവം, മിഥുനൻ രാശിക്കാർക്ക് ചെയ്യേണ്ടുന്ന പരിഹാരങ്ങൾ ഞാൻ നിർദ്ദേശിച്ചു കഴിഞ്ഞു. ശിവക്ഷേത്ര ദർശനം, ശിവന് ഇഷ്ടപ്പെട്ട കൂവളമാല, ജലധാര, ശംഖാഭിഷേകം, ഓം നമഃ ശിവായ എന്ന മന്ത്രം, ആദിത്യ ഹൃദയ മന്ത്രം ഒക്കെ ജപിച്ച് ഈ കർക്കിടക മാസത്തെ ധന്യമാക്കുക, ധീരമായി നേരിടുക മേടം, ഇടവം, മിഥുനം രാശിക്കാർ. നമസ്തേ.